അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ എങ്ങനെ പരിഹരിക്കണമെന്ന് നമ്മുടെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബിനികളുമായി ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായിരുന്നു പ്രശ്നങ്ങൾ, എങ്ങനെയാണ് പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ കഴിയുക എന്നുള്ളത്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്, അത് പ്രശ്നങ്ങൾ തന്നെയാണ്, അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതാണ് കുടുംബം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, നിങ്ങളിൽ വിശ്വാസികളിൽ പരിപൂർണനായ വിശ്വാസി ആരാണ്? അഹ്സനുഹും ഖുലുഖാ, തൻ്റെ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനത്രേ. നല്ല സ്വഭാവം ഭാര്യമാരോട് നല്ല സ്വഭാവം. ഭാര്യമാരോട് നിന്ന് മോശമായ സ്വഭാവം കാണിച്ചിട്ട് കാമുകിയോട് നല്ല സ്വഭാവമാണ്. ഭർത്താക്കന്മാരോട് മോശമായിട്ട് പെരുമാറിയിട്ട് കാമുകന്മാരോട് എന്താ സ്വഭാവം! അള്ളാഹുവേ, രാത്രി വിശന്നിട്ട് ഭർത്താവ് വീട്ടിൽ വന്ന് എടി ഒരു ആംപ്ലേറ്റ് ബുൾസ അടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ജോലിയില്ല, നിങ്ങൾ തട്ടുകടയിൽ അടിച്ചിട്ട് വന്നില്ല, നിങ്ങളിപ്പോൾ എന്നെ കൊണ്ട് ഈ പാതിരാത്രി ഉറക്കാൻ. കാമുകം വിളിച്ചിട്ട് ഒരു ബുൾസ, അയ്യോ എന്താ ബുൾസ, എത്ര എണ്ണം വേണം എൻ്റെ ചക്കര. അങ്ങനത്തെ അവസ്ഥയാണ്. ഭർത്താക്കന്മാരോടുള്ള മഹബത്ത് പോയി, ഭർത്താക്കന്മാരോട് മഹബത്ത് പോയിട്ട് കാമുകന്മാരോടായി. ഭാര്യമാരോടുള്ള മഹബത്ത് പോയിട്ട് കാമുകിമാരോടായി. കാമുകിമാരോട് മണിക്കൂറുകളോളം വിളിച്ച് സംസാരിക്കും. കവലയിൽ നിന്ന് സംസാരിച്ചിട്ട് പുറയിലേക്ക് വരുള്ളൂ, വീട്ടിലേക്ക് വരുള്ളൂ. 11:30 വരെ റോഡിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതാണ്, കാട്ടിനകത്ത് യക്ഷിയോട് സംസാരിക്കുന്നത് പോലെ. ഇങ്ങനെ നിന്ന് സംസാരിച്ച് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്ന കണ്ടാൽ ഏതെങ്കിലും ജിന്നിൻ്റെ അടുക്കൽ ഇവനെ കൊണ്ടുപോകണം. കാരണം അവൻ്റെ ആ ചിരി കാണുമ്പോൾ ആ കാട്ടിനകത്ത് കൈതക്കാട്ടിൽ കയറി നിന്നിട്ട് ഇങ്ങനെ ചിരി സംസാരം. എന്നാൽ ഭാര്യയോടോ, ഞാൻ വരുന്നുണ്ട്, മാർക്കറ്റിലുണ്ട്, എന്താ വേണം, ചപ്പാത്തി വേണോ, എന്താ വേണ്ടേ, വെണ്ടയ്ക്ക വേണോ, കിഴങ്ങ് വേണോ, ഭാര്യയോട് സംസാരിക്കുന്ന രീതി തന്നെയാണ്. വെണ്ടയ്ക്കാക്കും മുട്ടയ്ക്കും ചപ്പാത്തിക്കും വേണ്ടി ഭാര്യയോട് സംസാരിക്കും, അവളോട് അങ്ങനെ പറഞ്ഞ് ഓളോട് സംസാരിച്ചിട്ടിരിക്കുക മണിക്കൂറുകളോളം. അപ്പോൾ അവളുടെ സ്നേഹം മറ്റൊരാൾക്ക് വേണ്ടി അവൾ വിൽക്കും, കച്ചവടം ചെയ്യും. യഥാർത്ഥത്തിൽ അവൾക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞാൽ കുറേ അധിക സമയം സംസാരിച്ചിരിക്കുമായിരുന്നു. ഇശാ കഴിഞ്ഞാൽ സംസാരമൊന്നും പാടില്ല എന്നാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിക്കോണം. എന്തിനാ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റ് സുബഹിയൊക്കെ നിസ്കരിക്കണ്ടേ, അതിനോട് നേരത്തെ ഉറങ്ങിക്കോണം. അതുകൊണ്ടല്ലേ നമ്മൾ ഈ പാതിരാവാദിനോട് യോജിപ്പില്ല, എനിക്ക് യോജിപ്പില്ല. കാരണം എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കാരം ഇല്ലല്ലോ. എത്ര പേർക്ക് സുബഹിക്ക് പ്രസംഗിക്കുന്ന മൊയ്ലിയാർ സുബഹി നിസ്കരിക്കാറില്ല, പിന്നെ അങ്ങനെ ബാക്കിയുള്ള നിസ്കരിക്കുക? ഈ 12-ാം മണിക്ക് പ്രസംഗിച്ച് 1 മണിക്ക് പോയി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ സുബഹി നിസ്കരിക്കാൻ ഇല്ലാത്ത ഈ വാദിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അത് 7 മണിക്ക് വാദ് വെച്ച് ഒരു 10 മണിക്കകത്ത് തീർത്തിട്ട് വിടുക. അൽഹംദുലില്ലാ. എന്താ ഉസ്താദേ, ഒരു കാരണവശാലും ഇവിടെ നടക്കൂല, ഇമ്പോസിബിളാണ്, ഇവിടെ നടക്കും അത്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് 10:30 വരെ സമയം വെച്ചത് ഈ മൈക്കിന്. അത് തന്നെ, അതാണ് ഏറ്റവും നല്ല സമയം, റാഹത്തല്ലേ. 9:30-ക്ക് നിർത്താൻ പറ്റിയ അത്രയും നല്ലത്. കാരണം എന്താ, നമ്മുടെ വാദം പെണ്ണുങ്ങൾക്ക് കിട്ടും, വീട്ടിലത്തെ സീരിയൽ വാദം പെണ്ണുങ്ങൾക്ക് കിട്ടും, 2 വാദം കിട്ടും. ഭയങ്കര സഹകരിക്കുകയും ചെയ്യും അവർ, ഭയങ്കര സന്തോഷമായി അവർക്ക്. അപ്പോൾ എന്തായാലും ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ രാത്രി സംസാരിക്കണമെങ്കിൽ കൂടുതൽ നിങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യമാരോടായിരിക്കണം. ഈ അടുത്ത സമയത്ത് ലണ്ടനിൽ നിന്ന് ഗവേഷകരുടെ ഒരു ചിത്രം വന്നു. എന്താണ്, ഭാര്യമാരോട് കൂടുതൽ സംസാരിച്ചാൽ ആയുസ് അധികരിക്കുമെന്ന്. അൽഹംദുലില്ലാ. അതിൻ്റെ താഴെ അടിക്കുറിപ്പുണ്ട്, സ്വന്തം ഭാര്യയോടാകരുതെന്ന്. മറ്റുള്ളവരുടെ ഭാര്യമാരോടായിരിക്കണം ഈ സംസാരിക്കുക, അപ്പം കൂടുതൽ ടെൻഷനൊക്കെ മാറും. നമ്മുടെ ഭാര്യയോട് എന്ത് സംസാരിക്കാൻ, 10, 25, 30 വർഷമായി ഈ ടിഷ്യൂ പേപ്പറിനോട് ഇനി എന്ത് സംസാരിക്കാനുള്ളത്, ഉള്ളത് മൊത്തം സംസാരിച്ചിരുന്നു. അപ്പം വേറെ മറ്റുള്ള ഭാര്യമാരോടായിരിക്കും ഈ സംസാരിക്കുക. അല്ല, അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ തൻ്റെ ഭാര്യയോട് സംസാരിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹയോടൊപ്പം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ബെഡ്റൂമിൽ അധിക നേരം സംസാരിക്കുമായിരുന്നു. അതാണ് അതിൻ്റെ നിയമം. നമ്മൾ ആ നിയമം പാലിക്കാറുണ്ടോ? ചങ്ങാതി വരുന്നത് 12:30-ക്കാണ്. വീട്ടിലേക്ക് ഭർത്താവ് കയറി വരുന്ന കടയൊക്കെ അടച്ചിട്ട് 11:30-12 മണിയാവും. അവളെപ്പോഴത്തേക്ക് അടുക്കളയിലെ പണിയെല്ലാം കഴിയും, പാത്രമെല്ലാം കഴിയും, ആകെ ഒരുമാതിരി ക്ഷീണിച്ച് 11:30-ക്ക് അവളും ഇങ്ങനെ ഒരുമാതിരി പ്ലാസ്റ്റിക് കോഴിയുടെ കൂട്ട് ആടി ഇരിക്കുന്ന സമയത്താണ്. ഈ ഇക്കായെ പ്രതീക്ഷിച്ചാണ് വെളിയിൽ നിൽക്കുന്നത്. പിന്നെ താമസമെന്ന് കണ്ടാൽ ഇക്കാലത്ത് വിളിച്ചവരെ, ഇക്ക ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ട് നിങ്ങൾ കിടന്നോളൂ, എനിക്ക് തലവേദന എടുക്കുന്നു, നടുവേദന എടുക്കുന്നു, ഞാനൊന്ന് പോയൊന്ന് വിശ്രമിക്കട്ടെ. യാ അല്ലാഹ്, അവൾ കിടന്നു. അപ്പോൾ അവളെ ശല്യപ്പെടുത്താതെ മൂപ്പിലം വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അയാളും ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. അപ്പോൾ കിബിലയ്ക്ക് എതിരായിട്ട് 2 പേരും കൂടെ കടന്നു കഴിഞ്ഞാൽ എന്താ പിന്നെ അവരുടെ ജീവിതത്തിലൊരു സന്തോഷം? സംസാരിക്കുന്നില്ല,
ചർച്ച ചെയ്യുന്നില്ല. നാളത്തെ കാര്യങ്ങൾ എന്താണ് ചർച്ചയില്ല. കുട്ടികളുടെ ഫീസിൻ്റെ കാര്യം ചർച്ചയില്ല. കല്യാണത്തിന് പൈസ കൊടുക്കണം, അതിൻ്റെ കാര്യങ്ങൾ ചർച്ചയില്ല. ഇതൊന്നും ചർച്ചയില്ല. ഇതൊക്കെ പിന്നെ എപ്പോഴാണ് ഈ ചർച്ച ചെയ്യുക? രാവിലെ 5 മണിയാവുമ്പോൾ ഭർത്താവ് എഴുന്നേറ്റ് കടയിലേക്ക്, മാർക്കറ്റിലേക്ക് പോകും. പിന്നെ ഞായറാഴ്ച ദിവസം കുട്ടികൾ പോലും വാപ്പായെ കാണുന്നത്. കുട്ടികൾക്ക് അറിയില്ല വാപ്പ ആരാന്ന്. ഞായറാഴ്ച ദിവസം ആ വീട്ടിലിരിക്കുന്ന ദിവസമല്ലെന്ന് കരുതിയിട്ട് വാപ്പ പോയിട്ട് ഇറച്ചി വാങ്ങിക്കൊണ്ടുവരും. ഇറച്ചി വാങ്ങിയിട്ട് 9-10 മണിയാകുമ്പോഴത്തേക്കും ബെല്ലടിക്കുമ്പോൾ ഒരാളിങ്ങനെ സിമ്മിക്കവരോട്ട് വിളിക്കുന്നു. കുട്ടികളെന്ന് പറയും, ഉമ്മ ആരോ വെളിയിൽ വന്ന് സിമ്മിക്കവരോട്ട് നിൽക്കുന്നു. ഉമ്മ ഓടി വരുമ്പോൾ, എടാ ഇതിൻ്റെ വാപ്പായ. അല്ലോ എൻ്റെ വാപ്പാന്നോ? കുട്ടികൾ കാണുന്നില്ലല്ലോ വാപ്പായെ. കുട്ടികൾ എപ്പോഴാണ് വാപ്പായെ കാണുന്നത്? കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് മൂപ്പല എഴുന്നേറ്റ് പോകുന്നു. കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് മൂപ്പല വീട്ടിലേക്ക് വരുന്നു. പിന്നെ എപ്പോഴാണ് കാണുന്നത്? ഞായറാഴ്ച ദിവസമാണ്. കുട്ടികളെ പോലും തിരിച്ചറിയുന്നില്ല. നമ്മുടെ കുടുംബജീവിതം അങ്ങനെയാണ്. കുട്ടികളെ പോലും തിരിച്ചറിയുന്നില്ല. ഭാര്യയോടും തൻ്റെ മക്കളോടും ഒരുമിച്ചിരുന്ന് തീന്മേശയിലിരുന്ന് ഒരേ പാത്രത്തിലിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംസ്കാരം, ആ ഒരു ശൈലി എവിടെ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ചരിത്രം എവിടെ? പണ്ട് ആ കാലഘട്ടത്തിൽ അമ്മായിയമ്മ മണിയറയ്ക്കകത്ത് കൊണ്ടുവന്ന സമയത്ത് തൊട്ടിരുന്ന് ഒരുമിച്ചിരുന്ന് സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം അന്ന് കഴിച്ചതാണ്. പിന്നെ അതിനുശേഷം ഇല്ല. ഇപ്പൊ കഴിക്കുന്ന എന്താണ്? ഭക്ഷണം വിളമ്പിക്കൊണ്ട് ഭാര്യ ഭക്ഷണം വിളമ്പി കൊണ്ട് തീന്മേശയുടെ മുകളിൽ പടവെന്ന് കൊണ്ടുവയ്ക്കും. അപ്പൊ പാത്രത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മൂപ്പല മനസ്സിലാക്കും ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഓൾ എന്നിട്ട് അടുക്കളയിൽ പോകും. അവൾ അടുക്കളയ്ക്ക് പോകും. അവൾ അടുക്കളയിൽ പോയിട്ട് അടുത്ത പണികൾ ഇങ്ങനെ വരവിരിക്കും. അവളുടെ പണിയാണെങ്കിൽ ഒരിക്കലും തീരത്തില്ല. ഈ കുറേ പെണ്ണുങ്ങളുണ്ട് രാവിലെ 5 മണിക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു 7 മണി വരെ വൈകിട്ട് പണിയാണ്. 10-11 മണിക്കകത്ത് എല്ലാ പണിയും തീർത്തിട്ട് ഭർത്താക്കന്മാരോടൊപ്പം വന്നിരുന്ന് കാര്യങ്ങൾ പറയാനും ഇരിക്കാനും കിടക്കാനും ഒക്കെ അവർ തയ്യാറാകണം. ഇത് ചുമ്മാ അടുക്കള കിടന്നില്ല, മിഷ്യൻ കിടന്ന് വാഷിംഗ് മെഷീൻ കറങ്ങുന്നത് പോലെ ചുമ്മാ കറക്കമാണ്, വെറുതെ കറക്കാം. അല്ല, ചില പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ന്യൂനത അതിലുണ്ട്. ഭർത്താക്കന്മാർക്ക് വേണ്ടവണ്ണം ഭാര്യയെ കിട്ടുന്നില്ല. സംസാരിക്കാനാകട്ടെ, അല്ലെങ്കിൽ അവനെ ശുശ്രൂഷിക്കാനാകട്ടെ, ഏത് കാര്യങ്ങൾക്കുമാകട്ടെ അടുക്കളയിൽ കൂടുതൽ സമയം ഭാര്യമാർ ചെലവാക്കുന്നു. ആ സമയത്ത് മുഴുവൻ ഭർത്താക്കന്മാർ ഉറങ്ങി സമയം കളയുന്നു ബെഡ്റൂമിൽ കിടന്നിട്ട്. അപ്പൊ ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുന്ന എങ്ങനെ? ഭാര്യമാര് ഭക്ഷണം വിളമ്പിക്കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുമ്പോ ആ പാത്രത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ സിറ്റ് ഔട്ടിലിരിക്കുന്ന ഭർത്താവ് മനസ്സിലാക്കി, ആ ഭാര്യ ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട്, പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ശൈത്താൻ തിന്നുന്ന പോലെ. ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭാര്യമാരും ഭർത്താക്കന്മാരും തൻ്റെ മക്കളും ഒരേ മേശയിലിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അല്ലല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുല്ലാഹ്, ആരുടെയും തണലില്ലാത്ത ദിവസത്തിൽ നാളെ മഹ്ശറ വൻസഭയിൽ അല്ലാഹു അവർക്ക് അർശിന്റെ തണൽ കൊടുക്കുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. ഭാര്യമാരോടും മക്കളോടും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കണം. നമ്മുടെ മക്കളോടിരുന്ന് ഭക്ഷണം കഴിക്കണം. നമ്മുടെ ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കൂല. ഇന്നത്തെ പെൺകുട്ടികൾ ഒട്ടും, അതായത് സ്ലിം ആവാൻ വേണ്ടി ഇരിക്കുകയാണ്, സ്ലിം. എന്നാൽ പിന്നെ ഇവളെയൊക്കെ എല്ലാം മറ്റേ മെഷീനകത്ത് കയറ്റിയെടുത്തിട്ടുള്ള ഷവർമ അരിയുന്ന പോലെ അരിഞ്ഞു കളഞ്ഞാൽ പോരെ, സ്ലിം ആയിക്കോളൂല്ലോ പെട്ടെന്ന്. ഭക്ഷണം കഴിക്കൂല ഈ പെണ്ണുങ്ങൾ, ഈ കുട്ടികൾ. എന്നിട്ട് തലകറക്കം, ആസ്മയുടെ അസുഖം, വയറ്റുവേദന, നടുവേദന. ഈ തള്ളമാരും പെൺകുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കൂല. അവൾ വണ്ണം വെക്കും എന്ന് പ്രസവിക്കാനുള്ള പെണ്ണ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കുടുംബജീവിതം നയിക്കാനുള്ള പെണ്ണാണ്. ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണമേ പിന്നീട് അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. പിന്നീട് കുറെ ചമ്പൊക്കെ ചാടിയിട്ട് പിന്നെ കുറെ കോഴിക്കാലും അൽഫാമും ഷവർമായും ഒക്കെ തിന്നു കഴിഞ്ഞാൽ ഒന്നാമതേ കോഴി ഇറച്ചി ഇന്ന് കോഴിയുടെ സ്വഭാവം തന്നെയാണ് നമ്മുടെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും അല്ല. അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് കിടക്കും, ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ കിടക്കും. പണ്ടൊക്കെ ഒരു കോഴി ഇറക്കണമെങ്കിൽ നമ്മൾ കൈയും കാലൊക്കെ പിടിച്ച് കെട്ടി വെള്ളമൊക്കെ കൊടുത്ത് എന്ത് ത്യാഗം ചെയ്ത് അറുത്തിട്ടാലും പടപടപട കിടന്നോടും. ഇന്നത്തെ സാധനം ഏതെങ്കിലും പ്ലാസ്റ്റിക് കോഴി കെട്ടിയ ചരിത്രം ഉണ്ടോ? അള്ളാഹുവേ, അതെടുത്ത് അവിടെ വെച്ചാൽ അവിടെ ഇരുന്നോളാം, അസർ വരെ അനങ്ങി പോരെന്ന് പറഞ്ഞാൽ അസർ വരെ അവിടെ ഇരുന്നോളാം സാധനം. ഇത് തിന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. ഈ ബൊമ്മട്ടയുടെ കൂട്ടിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ അങ്ങനെ ഇരിക്കും, ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ അങ്ങനെ ഇരിക്കും. ഒരു കാശിനെ ഒന്നെ കൊണ്ടുകൊള്ളുമല്ല സംഭവം. അങ്ങനത്തെ സാധനങ്ങളാണ്. അതുകൊണ്ട് കുട്ടികളെ ഒരേപോലെ ഇരുത്തി നമ്മൾ ഭക്ഷണം കഴിപ്പിക്കണം. വാപ്പാണ് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളെ നീ കഴിക്ക്, കുറച്ചുകൂടെ കഴിക്ക്. വാപ്പ കുറച്ച് കയ്യിലൊക്കെ ഇട്ട് കുഴച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഭാര്യയ്ക്കും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഭാര്യ തിന്നുവോ സംഭവം കുഴച്ചത്? വാപ്പ ഭർത്താവ് കുഴച്ചിട്ട് കൊടുത്ത് നോക്കുന്ന. ഇതൊരു കുടുംബജീവിതം പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെ ഹദീസ് ഓതി തരാം. അപ്പൊ ഇന്നത്തെ ഭക്ഷണ ശൈലി, ഇന്നത്തെ ഇരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പടവൊന്ന് കൊണ്ടുവന്ന് വെക്കുന്നു. ഭർത്താവ് ഒന്നൊറ്റയ്ക്കിരുന്ന് കഴിക്കുന്നു, ഭാര്യ അടുക്കളയിലാണ്. അടുക്കളയിൽ നിൽക്കുന്ന ഭാര്യ എങ്ങനെയാണ് ഭർത്താവ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്നറിയുന്നത്? എങ്ങനെയാണ് അറിയാൻ കഴിയുക? വാഷ് ബേസിനിൽ പോയിട്ട് കൈ കഴുകുമ്പോൾ
ഇങ്ങനെ ഹാന്ന് കാർക്കിച്ച് തുപ്പുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഓള് മനസ്സിലാക്കി ആ പണ്ടാരം തിന്നു കഴിഞ്ഞ് പോയി ഇനി പാത്രം എടുത്തുകൊണ്ട് വരാം. യാ അല്ലാ, അങ്ങനെ പോയിട്ട് പാത്രം എടുത്തുകൊണ്ട് വരും. അല്ലാണ്ട് ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് അവിടെ ഭക്ഷണം കഴിക്കുക. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സഅദ് ഇബ്നു അബീ വഖാസിനോട് പറയുകയുണ്ടായി, യാ സഅദു യാ സഅദേ ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ മിമ്മ ബതഗാ ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഉജിർത അലൈഹാ. നീ നിന്റെ ഭാര്യയ്ക്ക് ചെയ്യുന്ന ഏത് നന്മകളാകട്ടെ സദഖകളാകട്ടെ സഅദേ, അതിന്റെ പേരിൽ അല്ലാഹു നിനക്ക് കൂലി നൽകാതിരിക്കുകയില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഹത്താ നീ നിന്റെ ഭാര്യയുടെ വായിൽ ഒരു പിടി ഭക്ഷണം വാരി വെച്ച് കൊടുക്കുന്നതിന് പോലും സഅദേ നിനക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൂലി ലഭിക്കുമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ ഭാഗ്യം. ഭർത്താവ് വായിൽ വെച്ചു കൊടുക്കണം ഭാര്യയുടെ, തിരിച്ചിങ്ങോട്ടും വെച്ചു കൊടുക്കണം. നടക്കുവോ? അതൊക്കെ പണ്ട് നടക്കുമായിരുന്നു ഉസ്താദ്, ഇപ്പം അത് നടക്കൂല. കുട്ടികളെ കാണാൻ പാടില്ല. ഇന്നത്തെ കാലത്തെ കുട്ടികൾ കണ്ടാൽ അവൻ പിന്നെ നാളെ സ്കൂളിൽ പോയിട്ട് വേക്ക പെണ്ണുങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ പോകും വായിക്കാത്ത. എൻ്റെ വാപ്പ ഇന്നലെ എന്നെ കാണിച്ചു തന്നായിരിക്കും. സുന്നത്തല്ലേ, വാപ്പ ചെയ്ത് മക്കൾ ചെയ്യണമല്ലോ. അതേപോലെ അതുകൊണ്ട് അത് സൂക്ഷിക്കണം. ഇന്നത്തെ കാലത്തെ സാധനങ്ങളൊക്കെ വൈറസ് പിടിച്ച സാധനങ്ങളാണ്, സൂക്ഷിക്കണം. റൂമിൽ തന്നെ കിടത്താൻ പാടില്ല ഒരുമിച്ച്. വാപ്പാടെ ഉമ്മാടെ റൂമിൽ കിടത്താൻ പാടില്ലല്ലോ. ഹദീസ് ഖുർആനല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅദിൻകുമുല്ലദീന മലകത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ മിൻകും സലാസ മറാത്ത് من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء ثلاث عورات لكم. 3 ഔറത്തിന്റെ സമയം അല്ലാഹു നമ്മളെ അറിയിക്കുകയാണ്. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന്, പ്രൈവറ്റ് മുറിയിൽ നിന്ന് മാറ്റിക്കിടത്തണം. നിങ്ങളുടെ മുറിയിലേക്ക് നിങ്ങളുടെ കുട്ടികൾ പ്രവേശിക്കണമെങ്കിൽ മാതാപിതാക്കളെ നിങ്ങളുടെ അനുവാദം ആവശ്യമാണ്. 3 സന്ദർഭങ്ങളിൽ നിങ്ങളത് ശ്രദ്ധിക്കണേ. പരിശുദ്ധമായ ഖുർആനാണ്. ഒന്ന് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, സുബഹിക്ക് മുമ്പുള്ള സമയം മാതാപിതാക്കളുടെ ഔറത്തുകൾ മാറിക്കിടക്കാൻ സാധ്യതയുള്ള സമയമാണ്. ആ സമയത്ത് വകതിരിവില്ലാത്ത കുട്ടികൾ പോലും നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന സമയത്ത് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഉപ്പയുടെയോ ഉമ്മയുടെയോ ഔറത്ത് തുറന്നു കിടന്നാൽ 3, 4, 5 വയസ്സായ കുട്ടികൾക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിയും, അതറിയാൻ പറ്റും. എൻ്റെ വാപ്പിച്ച അണ്ടർവെയർ ഇട്ടുകൊണ്ട് ഇന്നലെ കിടന്നത്, അയ്യേ എൻ്റെ വാപ്പിച്ചയുടെ കണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾ നാളെ എവിടെ ചർച്ച ചെയ്യുന്നറിയോ? സ്കൂളിൽ പോയിട്ട് ചർച്ച ചെയ്യും. ഖുർആൻ പറഞ്ഞ വാക്കാണ്, ഖുർആൻ വെറുതെ പറയില്ലല്ലോ. അതുകൊണ്ട് ബെഡ്റൂം പൂട്ടിയിടുക, ലോക്ക് ചെയ്യുക. കുട്ടികൾ വന്ന് രാവിലെ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടാണ് കുട്ടികൾ വരിക? ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂമിലേക്കാണ് കടന്നു വരിക. അപ്പോൾ ആ ഡോറ് തട്ടുമ്പോൾ നമ്മൾ തുറന്നു കൊടുക്കുക, ഔറത്തും ഭാഗമൊക്കെ ശ്രദ്ധിച്ചിട്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് സുബഹിക്ക് മുമ്പ് ബോധമില്ലാത്ത സമയമാണ്. അതുകൊണ്ടാണല്ലോ സുബഹി നമുക്ക് ഖളായി പോകുന്നത്. കൂടുതൽ ഉറക്കം വരുന്ന സമയം സുബഹിക്ക് മുമ്പുള്ള സമയമാണ്. അതേപോലെയാണ് ഈ ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുന്നത്. രാവിലെ ഉറക്കം ഒഴിക്കും, വണ്ടി ഇങ്ങനെ ഓടിച്ച് രാവിലെ ആകുമ്പോഴാണ് ഉറക്കം വരിക. അപ്പം അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ബോധമില്ലാത്ത സമയമാണ്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ പറയുന്നു. മധ്യാഹ്ന സമയത്ത് ഉച്ചയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുക്കും. വീട്ടിൽ സ്കൂളിൽ കുട്ടികളൊക്കെ പോയിട്ടിരിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവ് കടയൊക്കെ അടച്ചിട്ട് കുറച്ച് സമയം, അതിന് ഉച്ചയ്ക്ക് ആരും ഇല്ലല്ലോ, മാർക്കറ്റിൽ ആരും ഇല്ല, ഒരു 2 മണി മുതൽ ഒരു 4 മണി വരെ നമുക്ക് കുറച്ച് റെസ്റ്റ് ആക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ രണ്ടുപേരും മാർബിളിട്ട തറയിൽ ഇങ്ങനെ കിടക്കുക. തണുപ്പ് കിട്ടും, നല്ല അടിയിൽ നിന്ന് തണുപ്പ് കയറൂല്ലേ. ആ സമയത്തായിരിക്കും ഫയർ എഞ്ചിൻ വരുന്ന പോലെ കുട്ടികളൊക്കെ വരുന്നത്. ഇന്നത്തെ സ്കൂളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5 മണി വരെ 3 മണി വരെ ഒന്നും ഇല്ല, ഏത് സമയത്തും വിടാം. അപ്പം ഭാര്യയും ഭർത്താവും ധരിച്ചത് എന്താണ്? കുട്ടികളിപ്പോൾ വരൂലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ എങ്ങാനും ഔറത്തുകൾ തുറന്ന അവസ്ഥയിൽ നിങ്ങൾ കിടന്നാൽ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ലോക്ക് ചെയ്യാതെ, മുറിയുടെ ഡോറടയ്ക്കാതെ നിങ്ങൾ കിടന്നുറങ്ങരുത്. ഇശാ നമസ്കാരത്തിന് ശേഷം കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് നിങ്ങൾ അവരെ ഒരു പ്രത്യേകമായ മുറിയിൽ കൊണ്ട് ഉറക്കിയിട്ട് വേണം ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇത് 3 ഔറത്തിന്റെ സമയമാണ്. ഔറത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ ഈ സമയത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ. പരിശുദ്ധമായ ഖുർആനാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അത് ദോഷം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഉത്ബോധനം ചെയ്യുകയാണ്.
നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് കുട്ടികളെയും കൂടെ കിടത്താണ്. ഈ കൊച്ചു കുട്ടികൾക്ക് ഉറക്കമുണ്ട്. എൻ്റെ ഉമ്മ ഭാര്യയും ഭർത്താവും 6 അടി കട്ടിൽ 6 അടി മണ്ണിൻ്റെ ഓർമ്മയാണ്. കുട്ടികളെ സൈഡിൽ കിടത്തും. ഇവർക്ക് എന്തെങ്കിലും ഒരു 12 മണിയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോൾ മെല്ലെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കം വെക്കുമ്പോൾ എന്ന് പറഞ്ഞ് അത് തുടങ്ങും സാധനം. വന്ന് ആകപ്പാട് കിട്ടിയ എല്ലാ റാഹത്തും അപ്പോഴേ അങ്ങ് പോകും. അതോടുകൂടി സംഭവം തീർന്നില്ലേ? എന്തിനായി പണിക്ക് പോകുന്നത്? ഇതിന് മുമ്പ് നേരത്തെ കൊട്ടിക്കൊണ്ട് കടത്തൂടെ? ഖുർആൻ പറഞ്ഞ വാക്കല്ലേ. അതിനെ വിപരീതമായിട്ട് ചെയ്തുകൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് പാടില്ല. അതേപോലെ തന്നെയാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, 9 വയസ്സായ പെൺകുട്ടിയെ ഉപ്പാന്റെ മുറിയിൽ കിടത്തരുത്, 9 വയസ്സായ ആൺകുട്ടിയെ ഉമ്മാന്റെ മുറിയിൽ കിടത്തരുത്. നമ്മുടെ സ്വന്തം മക്കളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്, ഫർഖു അൻ മളാജിഇഹിം, അവരുടെ കിടക്കയിൽ നിന്ന് അവരെ മാറ്റി കിടത്തണേ. ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 വയസ്സായ 9 വയസ്സായ പെൺകുട്ടികളെ ഉപ്പാന്റെ ഒപ്പം കിടക്കരുത്. ഇന്നത്തെ എത്രയോ അച്ഛൻ മകളെ പീഡിപ്പിച്ചു. പത്രത്തിൽ വന്നിരിക്കല്ലേ? 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച പ്രഖ്യാപനം ഈ വർത്തമാന കാലഘട്ടത്തിൽ നേരിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സത്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന് തെറ്റുപറ്റിയിട്ടില്ല സഹോദരങ്ങളെ. സ്വന്തം മകൾ എന്ന പോലെ ചിന്ത പോലുമില്ലാതെ മൃഗീയമായ നിലയിൽ സ്വന്തം മകളെ, സ്വന്തം ബീജത്തിൽ ജനിച്ച പൊന്നുമകളെ പോലും മൃഗീയമായ നിലയിൽ അവളുടെ മാനത്തിന് ഹാനി വരുത്തുന്ന മൃഗങ്ങൾ ഈ ലോകത്ത് തഴച്ചു വാഴുമ്പോ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. പ്രവാചകന്റെ വാക്കുകൾ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഫർഖു അൻ മളാജിഇഹിം, നിങ്ങളുടെ പ്രായപൂർത്തിയായതും പ്രായപൂർത്തിയെത്താറായതുമായ ആൺ പെൺകുട്ടികളെ മാതാപിതാക്കളുടെ കിടക്കയിൽ നിന്ന്, കിടപ്പറയിൽ നിന്ന് അവരെ ഒറ്റയ്ക്ക് മാറ്റി കിടത്തേണമേ. നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില വീടുകളിൽ ആങ്ങളെയും പെങ്ങളെയും കിടത്തു ഒറ്റയ്ക്ക് പാടില്ല. ആങ്ങളെയും പെങ്ങളല്ലേ ഹബീബെ, അതൊക്കെ പോയി, കാലങ്ങളൊക്കെ പോയി. ആങ്ങള പെങ്ങളെന്നൊക്കെ ഉള്ള കാലം അതൊക്കെ പോയി. സംഭവം എന്ത് ആങ്ങളെ എന്ത് പെങ്ങള്, എത്ര ചരിത്രം പറഞ്ഞു തരണോ? എന്തെല്ലാം ചെറിയ ഒരുപാട് സംഭവങ്ങളും അനുഭവങ്ങളും എൻ്റെ മുന്നിലുണ്ട്. പക്ഷേ അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് എനിക്കതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആങ്ങളെയാണ് പെങ്ങളെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ല. ചില വീടുകളിലൊക്കെ പോകുമ്പോൾ ഈ വിനീതം കണ്ടിട്ടുണ്ട്. പ്രായപൂർത്തിയെത്തിയ ആങ്ങളെയും പെങ്ങളെയും ഒരേ മുറിയിൽ കിടക്കുന്നു, അവർ രണ്ടുപേരും ഒരേ കട്ടിൽ കിടക്കുന്നു. ഞാൻ അവരെ വാപ്പായും ഉമ്മയും വിളിച്ചിട്ട് സഹായിച്ചിട്ടുണ്ട്. അത് പാടില്ലാതെ. ഉമ്മയോടൊപ്പം അവൾ പോയി കിടക്കട്ടെ, അവളെ ഉമ്മയോടൊപ്പം കിടത്ത്, ഉപ്പയോടൊപ്പം അവനും പോയി കിടക്കട്ടെ, അല്ലെങ്കിൽ വേറെ റൂമിൽ പോയി കിടക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഉപ്പക്കും ഉമ്മക്കും ഒറ്റയ്ക്ക് കിടക്കണ്ടേ? എന്നാ ഞാൻ പറഞ്ഞ സമയം, അതിനൊക്കെ സമയം നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ പിന്നെ ആങ്ങളെയും പെങ്ങളെയും ഒരു റൂമിൽ കിടത്താൻ പാടില്ലാതെ. ഒരു വാപ്പയും ഒരു ഉമ്മയും ഒറ്റയ്ക്കിരിക്കരുതെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ? ആയിഷ ബീവിയോടൊപ്പം ഒറ്റയ്ക്കിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് ശൈത്താനെ സൂക്ഷിക്കണേ, പിശാചിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞില്ലേ? എന്തിനത്? അവർക്കിടയിൽ അങ്ങനെ സംഭവിക്കുമോ? ഇല്ല. ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞ വാക്കാത്, ഇയ്യാക വൽ ഖൽവത ബിന്നിസാ, അന്യസ്ത്രീയുമായി ഒറ്റയ്ക്ക് നീ ഇരിക്കരുതേ. അന്യസ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് അന്നാണ് അന്യസ്ത്രീ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാവുക. ഇപ്പൊ സ്ത്രീ തന്നെയാണ്. നമ്മളത് അർത്ഥം വെക്കുമ്പോൾ അന്യസ്ത്രീ എന്ന് പറയാ. നബിതങ്ങൾ പറഞ്ഞ വാക്കെന്താ? സ്ത്രീകളുമായി നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നത് സൂക്ഷിക്കണേ. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, എൻ്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇല്ലാ വസാലിസുഹും അശ്ശൈത്താൻ, മൂന്നാമനായി അവർക്കിടയിലേക്ക് കടന്നു വരുന്നത് പിശാചാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ തെറ്റുപറ്റിയിട്ടില്ല. ഹബീബേ, മകനും മാതാവും തമ്മിലുള്ള ലൈംഗിക ബന്ധം, ഉപ്പയും മകളും തമ്മിലുള്ള ലൈംഗിക ബന്ധം, ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ലൈംഗിക ബന്ധം ഇഷ്ടം പോലെ. എന്തിനാ ഞാൻ പറയുന്നത്? നിങ്ങളുടെ കൈകളിലാണല്ലോ മൊബൈൽ ഉള്ളത്. എല്ലാ വാർത്താ മീഡിയകളും മാധ്യമങ്ങളും നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്ക് പിന്നെ അടിച്ചു നോക്കിയാൽ കാണാവുന്ന സത്യങ്ങളാണല്ലോ ഇതെല്ലാം. എന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണല്ലോ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ഇതിനെക്കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചു തന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ സൂക്ഷിക്കണം. ഭാര്യയും ഭർത്താവും ഉറങ്ങുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അക്മലുൽ മുഅ്മിനീന ഈമാനാ അഹ്സനുഹും ഖുലുഖാ, നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മശാലിയായ ഏറ്റവും പരിപൂർണ ഈമാനുള്ള ഭർത്താവാരാണ്?
അഹ്സനുഹും ഖുലുഖാ, തൻ്റെ ഭാര്യയോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ്. വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ശ്രേഷ്ഠൻ, നിങ്ങളിൽ ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം, നിങ്ങളുടെ കുടുംബിനികളോടൊപ്പം ഏറ്റവും നല്ലത് വർത്തിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ. നബിയുനാ റസൂലുള്ളാഹി, നമ്മുടെ ഭാര്യയോടൊപ്പം നല്ല നിലയിൽ ആരാണോ വർത്തിക്കുന്നത് അവനാണ് ഉത്തമൻ എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അതല്ലാതെ വലിയൊരു ശേഖനെ നോക്കിയിട്ടല്ല, വലിയൊരു ഉസ്താദിനെ നോക്കിയിട്ടല്ല. തൻ്റെ ഭാര്യയോടൊപ്പം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവനാണ് ഉത്തമനായ മനുഷ്യൻ. അക്മലുൽ മുഅ്മിനീന ഈമാന, ഈമാൻ പരിപൂർണമായവൻ, വിശ്വാസം പൂർണ്ണതയിലെത്തിയവൻ തൻ്റെ ഭാര്യയോടൊപ്പം നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇല്ലേ ഉസ്താദേ? അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നബിതങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. തൻ്റെ ഭാര്യയോടൊപ്പം നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ് മുഅ്മിനായവൻ എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് ഇത്തിരി ഇടങ്ങേറുള്ള വിഷയമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതിന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ വിശദീകരണം നൽകുകയാണ്. ലൈസ ഹുസ്നുൽ ഖുൽഖി കഫുൽ അദാ അൻഹാ ബൽ ഇഹ്തിമാലുൽ അദാ മിൻഹാ. ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കലല്ല, ചെലവിന് കൊടുക്കലല്ല, വീട് വെച്ച് കൊടുക്കലല്ല. പിന്നെന്താ? ഇതിക്കുള്ളെന്തോണോ? അവൾക്ക് കൃത്യസമയത്ത് ബാങ്കിൽ പണം വരുന്നുണ്ട്, അവൾക്ക് നല്ല വീടുണ്ട്, AC ഉണ്ടെന്ന് പറഞ്ഞ് AC വെച്ച് കൊടുത്തിട്ടുണ്ട്, അവൾക്ക് വണ്ടി വെച്ചിട്ടുണ്ട്, വണ്ടിയോടൊപ്പം ഒരു ഹൗസ് ഡ്രൈവറേയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും വേണ്ടല്ലോ, എൻ്റെ ആവശ്യം ഇല്ലല്ലോ, പിന്നെ അതുവരെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയല്ല പെണ്ണുങ്ങളോട് അങ്ങനെയല്ല കഴിയേണ്ടത്. പിന്നെ എങ്ങനെയാണ്? ഭാര്യമാര് എടങ്ങേറ് ചെയ്താൽ അത് നീ സഹിക്കലാണ് പരിപൂർണമായ ഈമാനിന്റെ ഉടമയെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. മനസ്സിലായോ എന്താ പറഞ്ഞേ? ഭാര്യ എടങ്ങേറാക്കിയാൽ അത് സഹിക്കണോ? നമ്മൾ മിണ്ടാണ്ടിരുന്നോണോ? രണ്ടടി അടിച്ച തടവിട്ട് ഇങ്ങനെ ഇരിക്കരുത്. ഇപ്പുറത്തും കിട്ടും ചിലപ്പോൾ ഒരെണ്ണം. നേരെ ഇരുന്നോണം. ഭാര്യയുടെ ഇടങ്ങേറ് നമ്മൾ സഹിക്കണമെന്ന് ഈമാന്റെ ലക്ഷണം അതാണ്. എന്നെ കൊണ്ട് സാധിക്കോ അബിയോ? ഞാൻ ഇത്രയും പ്രസംഗിച്ചാലോ ഓൾ എന്തെങ്കിലും കാണിച്ച് എന്നെ കൊണ്ട് അടങ്ങിയിരിക്കുക എന്നെ കൊണ്ട് കഴിയില്ല. സംഭവം ശരിയാണ്. ഈമാനൊക്കെ സംഭവം ശരി തന്നെയാണ്. സ്ഥാനം പറ്റുമോ? നടക്കുന്ന ആരെയാണോ? എന്തായിരിക്കും? അല്ലേ പ്രസിഡന്റ്? അല്ലേ ബുദ്ധിമുട്ടല്ലേ? എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുമ്പോൾ നമ്മളെന്തെങ്കിലും പറഞ്ഞു പോകൂലേ? ചിലപ്പോൾ അടിയും കൊടുത്തെന്ന് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കിടയിൽ ഭാര്യമാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. വദഫഅത ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഫീ സദ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ആയിഷ ബീവി നബി തങ്ങളുടെ നെഞ്ചിൽ ഒരു ഇടി, ഒരു കുത്തു വെച്ചു കൊടുത്തു. ഫസബറത്ഹാ ഉമ്മുഹാ, തന്റെ ഉമ്മ അടുത്തിരിപ്പുണ്ട്, ഉമ്മ റഹ്മാൻ അടുത്തിരിപ്പുണ്ട്. ഫസബറത്ഹാ ഉമ്മുഹാ, ശകാരിച്ചു. നീ ആരെ അടിച്ചത്? എടി പെണ്ണെ, നീ ആരെ അടിച്ചത്? അമ്മായി അമ്മ അടുത്തിരുന്നിട്ട് പറയാണ് നബിതങ്ങളെ അടിച്ചവള് വെറുതെ കേട്ടോ, ഒരു ചുമ്മാ ഒരു കുത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അല്ലാതെ ഞാൻ കൊൻഫോലെ ഇടിയൊന്നും അല്ല അടിച്ചത്. ചുമ്മാ വെറുതെ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുമ്പം ഇങ്ങനെ ഒരു തോണ്ടൽ ഇങ്ങനെ കൊടുക്കൂലേ? സംഭവം സ്വാഭാവികമായിട്ടുള്ള അല്ല. ദേഷ്യം അത് ആ ദേഷ്യം വരുന്ന സമയത്ത് ആ ശൈത്താൻ്റെ ഒരു പണിയാണത്. അതല്ലാതെ ഇടിച്ചു കൊല്ലണമെന്നുള്ള നിയത്തിലല്ല. വടിയായി പോയാൽ പിന്നെ എനിക്കാരാ ഉള്ളത്? അതല്ലേലും പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാണ്. ഭാര്യമാർ ഭർത്താക്കന്മാർ മരിക്കുമ്പോൾ അടുത്തിരുന്ന് കരയുന്ന ആരാ? എനിക്കിനി ആരാണോ എന്നെ രണ്ടാം കെട്ടാൻ വരുന്നത് ഇനി ആരാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. കരയുമ്പോൾ ശ്രദ്ധിച്ചോണം, വെറുതെ അർത്ഥത്തോടു കൂടി അവർ കരയുള്ളൂ, അല്ലാതെ കരയൂല സംഭവം. എന്നെ ഇനി രണ്ടാമത് കെട്ടാൻ വരുന്ന ആരാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ നെഞ്ചിൽ ഇങ്ങനെ ഒരു കുത്തിയപ്പോ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയുടെ മാതാവ് ദേഷ്യപ്പെട്ടു, മോളെ ആരോടാണ് നീ വർത്തിക്കുന്നത്? അപ്പോൾ ലോകത്തിന്റെ മുത്ത്, ലോകത്തിന്റെ ഗുരുനാഥൻ, ലോകത്ത് കുടുംബജീവിതം പഠിപ്പിച്ചു കൊടുത്ത മാതൃകാ പുരുഷനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയുനാ റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട ഉമ്മ റൂമാനോട് പറയുകയാണ്, ദഈഹാ ഫഇന്നഹുന്ന യസ്നഅന അക്സറ മിൻ ദാലിക്. അങ്ങോട്ട് വിടും മാമി, അമ്മായി അമ്മേ. ഇവിടെ മാമി എന്നാണ് പറയാ, അമ്മായി അമ്മ, മാമി, അമ്മായി അമ്മ, അമ്മായി അമ്മ. അങ്ങോട്ട് വിട്, അങ്ങോട്ട് അമ്മായി. ഇതൊന്നും അല്ല അവരെന്നോട് ചെയ്യുന്നത്, ഇതിനേക്കാളും കടുപ്പത്തിലാണ് എന്നോട് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഇപ്പോഴല്ലേ കണ്ടുള്ളൂ,
നിങ്ങൾ ഇപ്പോഴല്ലേ കണ്ടത്, ഇതൊന്നുമല്ല എന്നോട് അവർ ചെയ്യുന്നത്, ഇതിനേക്കാളും കടുത്തത് എന്നോട് ചെയ്യുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് അവിടെ ആയിഷ ബീവിക്ക് സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. മനസ്സിലായോ? ആയിഷ ബീവിക്ക് ഭാര്യയ്ക്ക് സപ്പോർട്ട് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതായിരുന്നു കുടുംബജീവിതത്തിൽ ഭാര്യയോടുള്ള ഉത്തരവാദിത്തം പരിപൂർണമായി നിറവേറ്റിയവരായിരുന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി പറയുമായിരുന്നു, ഹബീബായ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യം വരുമ്പോൾ പറയും, അന്നക തസ്അമു അന്നക റസൂലുള്ളാഹ്. ഓ, നിങ്ങൾക്കൊരു ധാരണ ഉണ്ട് കേട്ടോ, നിങ്ങൾ വലിയ റസൂലാണെന്നൊരു ധാരണ ഉണ്ട് കേട്ടോ. നമ്മുടെ എങ്ങാനും മുഖത്ത് നോക്കിയിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞാലുണ്ട് അവളുടെ പല്ലും എല്ലാം കാണുമോ വായിക്കാത്ത. നിങ്ങൾ വലിയ കുടുംബക്കാരനാണ്, വലിയ പൈസക്കാരനാണെന്നുള്ളത് വലിയ പവറും പത്രാസൊന്നും എൻ്റെ മുന്നിൽ കാണിക്കണ്ട കേട്ടോ എന്നെങ്ങാണെന്ന് പറഞ്ഞു നോക്കാം. നമ്മുടെ ഭാര്യ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് എന്തായിരിക്കും രംഗം? ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതാണ്, നിങ്ങൾക്കൊരു ധാരണയുണ്ട്, അന്നക റസൂലുള്ള, നിങ്ങൾ അള്ളാന്റെ റസൂലാണെന്നുള്ളൊരു ധാരണയുണ്ട് കേട്ടോ. ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കാണ് ഫി കലാമിൻ ഗളബത്ത്. ആയിഷ ബീവിക്ക് ദേഷ്യം വരുന്ന സമയത്ത് പറയുന്ന വാക്കാണ്. ഫതബസ്സമ റസൂലുള്ളാഹി വഹതമല ഹിൽമാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ആയിഷ ബീവി ദേഷ്യപ്പെടുന്ന സമയത്ത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അപ്പോൾ ആ ദേഷ്യത്തെ എല്ലാം പുഞ്ചിരിയോടെയാണ് ഹബീബായ തങ്ങൾ അത് ഏറ്റെടുത്തിരുന്നത്. അതെല്ലാം നിസ്സാരമായി തള്ളിക്കളയുമായിരുന്നു. ഓടി പെണ്ണ നിന്റെ കാര്യം കല്ലി വല്ലി അല്ലാഹ് കല്ലി വല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ആയിഷ ബീവി അങ്ങനെ പറഞ്ഞെങ്കിൽ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലി എന്ന് പറഞ്ഞാൽ അതെന്നെ നിസ്സാരമായിട്ട് തള്ളിക്കളയും. ഒരിക്കൽ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിൽ ഇരുന്നു കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ശബ്ദമുയർത്തി സംസാരിക്കുകയാണ്. കണ്ടോ, ഭാര്യമാർ ഭർത്താക്കന്മാരുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. ഖദീജ റളിയല്ലാഹു തആല അന്നയുടെ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാം. മഹദിയായ ഖദീജ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രഥമ ഭാര്യയാണ്. അല്ലാഹുവിന്റെ റസൂലിന് എത്ര ഭാര്യമാരുണ്ട്? അതുകൊണ്ടാണ് ഈ ലൈവ് ഒന്നും കൊടുക്കരുത് പറഞ്ഞത്. കാരണം നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ 12 ഭാര്യമാരുണ്ടെന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് പിടിക്കില്ല. അരിയസിൻ്റെ അസുഖമുള്ളമാരെല്ലാം ഇന്ത്യ രാജ്യത്തിലില്ലേ? 12 എണ്ണം ഉണ്ടോ? നബിതങ്ങൾക്ക് 12 ഉള്ളൂ, ബാക്കിയുള്ളമാർക്ക് ലക്ഷങ്ങളാണ് എൻ്റെ കണക്കുകൾ പറഞ്ഞാൽ. അത് നമ്മൾ ചരിത്രം പറയുന്നതല്ല. അപ്പോൾ നമ്മളിതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ കുറച്ചൊരു മുന്നോട്ടിരിക്കും. ഉസ്താദേ ശരിയല്ലേ? സംഭവം ശരിയല്ലേ? അങ്ങനെയല്ലേ? നമ്മളിതിപ്പോൾ 12 ഭാര്യമാരെന്നൊക്കെ പറയുമ്പോഴേക്കും ഇതെന്താ സംഭവം, ഇത് നാറാണത്ത് ഭ്രാന്തനാണെന്ന് ചോദിച്ചാളേ. അതുകൊണ്ടാണ് ഈ ലൈവ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായ കാര്യം പറയാൻ പറ്റില്ല. എന്തിന് ലൈവ്? 40-40 പേര് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കാണാൻ വേണ്ടി ലൈവ് കൊടുക്കേണ്ട കാര്യം എന്ത്? നമുക്കെന്തെങ്കിലും പച്ചയ്ക്ക് വിഷയങ്ങൾ പറയണമെങ്കിൽ ഇതൊന്നും ഇല്ലാതിരിക്കണം. എന്നാലേ നമുക്ക് ഇവിടെ നമുക്ക് നിങ്ങൾ വിളിച്ചത് അഴീക്കോട് പ്രസംഗിക്കാനല്ലേ? അഴീക്കോട്ടുകാർ കേട്ടാൽ മതി. ദുബായിക്കാരന് കേൾക്കണമെങ്കിൽ ഞാൻ ദുബായി പോകുന്നുണ്ട് പ്രസംഗിക്കാൻ. ഞാൻ അവിടെ പോയി അവർക്ക് പ്രസംഗിച്ചു കൊടുത്തോളല്ലോ. ചൈന വരെ പോയി, മലേഷ്യയിൽ പോയി, ഇനിയിപ്പോൾ ഇന്തോനേഷ്യയിൽ പോകാൻ പോവാം ഇൻഷാ അല്ലാഹ്. ഇതിപ്പോൾ വലിയ കാര്യമാണ്. 40 പേര് അവിടെ ഇവിടെയൊക്കെ കുത്തി നോക്കിക്കൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ലൈവ് ഉണ്ടാക്കി നമുക്കൊന്നും പറയാനും പറ്റില്ല. സംഭവം എല്ലാം പറയുന്നതൊക്കെ അടുത്ത സമയത്ത് 2-3 വിഷയം പറഞ്ഞതൊക്കെ പിന്നെ മീഡിയയിലിട്ട് എടങ്ങറാക്കി കളഞ്ഞു. ഹദീസുകളൊക്കെ വെറും നികൃഷ്ടമായ നിലയിൽ അതിനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്കത് മാനസികമായിട്ട് വിഷമമുണ്ടാവും. അതുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് പറയുന്നത്. പിന്നെ വീട്ടിലിരുന്ന് കേൾക്കും അബീവേ, എല്ലാണ്ടും വീട്ടിലിരുന്ന് പുരയിലിരുന്ന് കേൾക്കും, ഇവിടെ ഇങ്ങോട്ട് വരൂലല്ലോ. പിന്നെ നമ്മൾ ഇത്രയും വലിയ സദസ്സും ഇത്രയും വലിയ കസേരയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ വന്ന് വാത് കേൾക്കണ്ടേ? അതിന് വീട്ടിലിരുന്ന് കേട്ടാൽ മതിയോ? അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും കിടക്കും, ഇതങ്ങോട്ട് ഫിറ്റ് ചെയ്യും, അവരങ്ങോട്ട് അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചുകൊണ്ടിരിക്കും, അവരവരുടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കും. എന്തൊരു സുഖമാ, എന്ത് സുഖം ഇത്! ലൈവാ, അത് വാതും ലൈവ്, അവിടെയും ലൈവ്, എല്ലാം ലൈവ് തന്നെ സംഭവം. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ വരുന്നവർക്ക് എഴുതി പറഞ്ഞു കൊടുക്കുക, അതാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലായിടത്തും നിർത്തിയത്. സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വരെ വിളിച്ച് എന്നെ ചോദിച്ചു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറഞ്ഞത് കേട്ടോ. അതിലൊക്കെ അർത്ഥമുണ്ട് സംഭവം. പോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി പറഞ്ഞാണ് 12 ഭാര്യമാരുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഥമ ഭാര്യ ഖദീജത്ത് ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. 6 പേര് ഖുറൈശി പെണ്ണുങ്ങളാണ്. ഖുറൈശി എന്ന് പറഞ്ഞാൽ തറവാടിത്തമുള്ളവർ, വലിയ കുടുംബത്തിൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പിന്നെ മറ്റേ റേഞ്ച് റോവർ കാറൊക്കെ കിട്ടിയേനെ നബിതങ്ങൾക്ക്. അത്രയ്ക്കും വലിയ കുടുംബത്തിലുള്ള, അതാണ് വലിയ കുടുംബക്കാർ, ഖുറൈശി കുടുംബം. നമ്മളൊക്കെ നാട്ടിൽ ഇച്ചിരി കിവർ മുത്തക്കബിരിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയും, ഉസ്താദെ അവരുടെ സംസാരിക്കില്ല, അവൻ വലിയ ഖുറൈശി കുടുംബത്തിൽപ്പെട്ടവനെന്ന് പറയും. അങ്ങനെ കിബറന്മാർ, അത് ഇച്ചിരി വലിയ പവറുള്ളവർ എന്നാണ് അതിൻ്റെ അർത്ഥം, ഖുറൈശികൾ. അതിൽ 6 പെണ്ണുങ്ങൾ, 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ ഖുറൈശികളായിരുന്നു. ബഹുമാനപ്പെട്ട
ഖദീജത്ത് ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹാ, സൗദ ബിൻത് സമഅ റളിയല്ലാഹു തആല അൻഹാ, ബഹുമാനപ്പെട്ട ആയിഷ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹാ, ബഹുമാനപ്പെട്ട ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു തആല അൻഹാ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ, ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹാ, റൈഹാന ബിൻത് സയ്യിദ് ബിൻ അംർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു ഹബീബയ്ക്ക് റംല എന്ന മറ്റൊരു പേരുണ്ട്. അങ്ങനെ ഈ ആറ് ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുറൈശികളിൽ നിന്നുള്ളവരാണ്. 6 പേർ. 4 പേർ അറബി പെണ്ണുങ്ങളാണ്, അറബികളാണ്, വലിയ തറവാട്ടുകാരൊന്നും അല്ല. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹാ, ജുവൈരിയ ബിൻത് ഖുസൈമ റളിയല്ലാഹു തആല അൻഹാ, സൈനബ് ബിൻത് ഹാരിസ് റളിയല്ലാഹു തആല അൻഹാ, മൈമൂന ബിൻത് ഖുസൈമ, മൈമൂന ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹാ. അങ്ങനെ 4 പേര് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരാണ്. പക്ഷേ അത് അറബികളാണ്, വലിയ കുറുമ്പക്കാരോ തറവാട്ടുകാരോ അല്ല, സാധാ അറബി പെണ്ണുങ്ങളാണ്. ഒരാള്, അപ്പോൾ 6 4 10ആയി. ഒരാള് ബഹുമാനപ്പെട്ട സഫിയ ബിൻത് ഹുയൈ മിൻ ബനി ഇസ്രായീൽ, ഇസ്രായേലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണ് കെട്ടിയിട്ടുണ്ട്. അതാണ് സൗദികൾക്ക് ഇപ്പോൾ ഇസ്രായേലോടുള്ള ബന്ധം. അത് അങ്ങനെയാണല്ലോ വരുള്ളൂ സംഭവം. ഫലസ്തീനുമായിട്ട് ട്രംപ് പോയപ്പം യേശുക്രിസ്തുവായിട്ട് സൽമാൻ രാജാവ് മക്കയിലിരിപ്പുണ്ട്. സംഭവം മക്കയിലും കൊണ്ട് ഫിറ്റ് ചെയ്യാതിരുന്ന അള്ളാഹു കാത്ത് കൊള്ളാം. ഖിയാമത്ത് നാളിൽ അടയാളം വന്നു തുടങ്ങി, പാശ്ചാത്യവൽക്കരിക്കപ്പെടുകയാണ്. നഊദു ബില്ലാഹ്. എല്ലാവരും ദുആ ചെയ്യണം, കാര്യമായിട്ട് കേട്ടോ, കാര്യമായിട്ട് ദുആ ചെയ്യണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തുമാകട്ടെ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു തആല അൻഹാ മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിൽ നിന്ന് സഫിയ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ റളിയല്ലാഹു തആല ജൂതപ്പെണ്ണാണ്, ജൂതവർഗത്തിൽപ്പെട്ടതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി ഇടയ്ക്കിടയ്ക്ക് ഇവരെ കളിയാക്കും, ജൂതപ്പെണ്ണേ. കണ്ടോ പെണ്ണുങ്ങളുടെ കുശുമ്പ്, കണ്ടോ കുറുമ്പ്, കണ്ടോ പെണ്ണുങ്ങളുടെ അസൂയ എന്ന് പറഞ്ഞ സാധനം ഇന്നല്ല, അഴീക്കോട്ടുകാരികൾക്ക് മാത്രമല്ല, അറബി പെണ്ണുങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ തെളിവായത് ഇടയ്ക്കിടയ്ക്ക് ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു തആല അൻഹയെ നോക്കിയിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ജൂതന്റെ മോളെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. അങ്ങനെ കളിയാക്കുമ്പോൾ മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിലേക്ക് കടന്നു വന്ന് ആ പരാതി ബോധിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നാത്തൂമാര് നമ്മുടെ ഭാര്യമാരെ കളിയാക്കുകയോ കുറ്റം പറയുകയോ ചെയ്യുമ്പോൾ നമ്മളുടെ അരികിലേക്ക് വന്ന് നമ്മുടെ ഭാര്യമാര് പരാതി പറയുമ്പോൾ നമ്മൾ സമാശ്വസിപ്പിക്കണം അവളെ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. നാത്തൂൻ പോലും നമ്മുടെ കുടുംബത്തിലുണ്ട്. ഭർത്താവിൻ്റെ പെങ്ങന്മാര്, നാത്തൂൻ എന്നല്ലേ പറയാ അല്ലേ, ഭർത്താവിൻ്റെ പെങ്ങള്. അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവുമ്പോൾ രാത്രിയാകുമ്പോൾ നാത്തൂവിൻ്റെ സാധനം അവൾക്ക് അവളുടെ വീട്ടിൽ പോയിക്കൂടെ, ഇവിടെ വന്ന് കിടക്കുന്നതിന് ഞാൻ ഇടങ്ങറാക്കാൻ ഒരു തേങ്ങ ഒന്ന് തരുമെന്ന് പറഞ്ഞപ്പോൾ അവളെ കൊണ്ട് ഇത് പറ്റില്ല ഒന്നും എല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം, നിങ്ങളങ്ങ് വെച്ചോണ്ടിരുന്നോ രണ്ട് കുലുക്കും ഒരു കാത്തൊക്കെ തലങ്ങണി എടുത്ത് പിടിച്ച് അങ്ങോട്ട് വെച്ചാൽ മാറി ഒറ്റക്കടത്ത തീർന്നു. ഒരാഴ്ച നമ്മൾ പട്ടിണിയായി, രാത്രി പട്ടിണിയായി പോയി, സംഭവം പോയി. എന്തിനായി പണിക്കൊക്കെ പോണത്? അപ്പം നാം പറഞ്ഞേ, എടി കദീഷു എന്താ നിനക്ക് പ്രശ്നം? സോപ്പിടണം അപ്പോൾ നമ്മളവളെ ഭാര്യയെ വെറുപ്പിക്കാൻ പാടില്ലല്ലോ. ഏറ്റവും വലിയ തെളിവാണിത്. സഫിയ റളിയല്ലാഹു തആല അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ ആയിഷ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നു, ജൂത പെണ്ണിൻ്റെ മോളാണ് എന്നെ ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയ ബീവിയെ വിളിച്ചിരുത്തിയിട്ട് സമാശ്വസിപ്പിച്ചു. സഫിയെ ആയിഷയെക്കാളെ നിനക്ക് 3 ഗുണങ്ങളാണുള്ളത്. എന്താ സംഭവം? ആയിഷയെക്കാളെ നിനക്ക് 3 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നീ ഒരു പ്രവാചകന്റെ മകളാണ്, ഒരു പ്രവാചകന്റെ സഹോദരിയാണ്, ഒരു പ്രവാചകന്റെ ഭാര്യയാണ്. 3 പരമ്പരയാണ് നിനക്കുള്ളത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതൃത്വത്തിൽ നിന്നാണ് നീ ജന്മമെടുത്തത്. ആ ഒരു പാരമ്പര്യം നിനക്കുണ്ട് സഫിയ. നിന്റെ സഹോദരൻ ഹാറൂനാണ്, അതും ഒരു പ്രവാചകനാണ്. അതേപോലെ നിന്റെ ഭർത്താവ് ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അങ്ങനെ 3 പ്രവാചകന്മാർ അടങ്ങിയ ഒരു പെണ്ണാണ് നീ. അതുകൊണ്ട് സഫിയ, അറിവില്ലാത്ത വിവരമില്ലാത്ത ആയിഷ പറയുന്നത് നീ ഒരു കാര്യമായി എടുക്കരുതേ സഫിയ. ഭയങ്കര സന്തോഷം. 3 പ്രവാചകൻ. അതാ നമ്മുടെ പെണ്ണുങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ചില സംഭവങ്ങളൊന്നും അറിയില്ല, മന്ദങ്ങളാ സംഭവം. 20 വയസ്സ് എപ്പോഴും കുറവാണ്.
സാധനത്തിന് അതന്നെ ഞങ്ങൾ പറഞ്ഞ മക്കളല്ലേ നാക്കിസാത്ത് വക്കല്ലെന്ന് 20 പൈസ എപ്പോഴും കുറവായി സാധനത്തിന്. എന്തെല്ലാം നന്മകൾ നമ്മൾ നിന്റെ വാപ്പ ചെയ്തിട്ടുണ്ട്, അത് ഇതൊന്നും അറിയില്ല സംഭവം. ഭർത്താവ് ചെയ്ത് ഇതൊന്നും അറിയില്ല സംഭവം. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് സഫിയ ബീക്ക് ഭയങ്കര സന്തോഷമായി. ഓ അൽഹംദുലില്ലാ. പക്ഷേ അവരെപ്പോഴും പിന്നെ ദേഷ്യപ്പെട്ടിരുന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഈ നാത്തൂൻ പോലെ ഖിയാമത്ത് നാൾ വരെ നാത്തൂൻ തന്നെയാണ്. അടിയോടടിയും വഴക്കോടെ വഴക്ക്. വിഷം കലക്കി കൊടുത്തോളയും പാലിനകത്ത്. അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. സ്ഥലം കാലിലേക്ക് വേറെ വീട് വെച്ചു, അതാ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഭർത്താവ് ഷണ്ടനാകാൻ പാടില്ല. ഭർത്താവ് എന്ത് ചെയ്യണം? നമ്മളത് അവളോട് പറയണം, പെങ്ങളെ നീ എന്തിനടി അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും? നിന്റെ ഇക്കല്ലേ ഞാൻ, നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എനിക്ക് കല്യാണം കഴിപ്പിച്ചെന്ന പെണ്ണല്ലേ, എന്തിനാ നമ്മൾ പ്രശ്നം? നമുക്ക് മുസ്ലിമീങ്ങളെ, നമ്മൾ സഹോദരങ്ങളല്ലേ, എന്താ നിന്റെ ആവശ്യം എന്താ? അത് ഞാൻ നിറവേറ്റി തരാം. അവളുടെ ആവശ്യം എന്താ? അത് നിറവേറ്റി കൊടുക്കുക. എന്താണ് പ്രശ്നം? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സഹകരിക്കണം. ഇനി നാത്തൂനും പെങ്ങളും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്ന വീട്ടിൽ പരസ്പരം ഒക്കെ ഒന്ന് അടുക്കള പണി എടുക്കണം ഒരുമിച്ച്. അതും ചെയ്യണോ? ഇത് മുണ്ടാണ്ട് മാറി അവിടെ മാറി കിടന്ന് ഉറങ്ങും, ഒരു പണി എടുക്കൂല, സമയമാകുമ്പോൾ വന്നിരുന്ന് തിന്നാനിരിക്കും, എന്നിട്ട് എന്തെങ്കിലും കുറ്റം പറയും. അത് പ്രശ്നം തന്നെയാണ്. ആർക്കാ പ്രശ്നമില്ലാത്ത? ആർക്കാ പ്രശ്നമാകാത്ത? നമ്മൾ ഗൾഫിൽ പോകുന്നവർ 4 പേർ റൂമിൽ കിടന്നിട്ട് 4 പേരെയും ഓരോരുത്തർ ദിവസം എഴുതി വയ്ക്കും, ബോർഡ് വയ്ക്കും, കക്കൂസ് കഴുകാൻ ഇന്ന ദിവസം ഇന്നാൾ. ഇന്നത്തെ ദിവസം തബ്ബാഹ് ചാപ്പാട് ഉണ്ടാക്കേണ്ടത് കുക്ക് ഇന്നാൾ. അവൻ ആ സമയത്ത് ചാപ്പാട് ഉണ്ടാക്കാതെയും പാത്രം കഴുകാതെയും കക്കൂസ് കഴുകാതെ ഇരുന്ന ബാക്കിയുള്ള 3 മല്ലന്മാർ കിടത്തി ഉറക്കും അവനെ പൊക്കിയെടുത്ത് എറുമി ഗുമാമയെ കൊണ്ട് തള്ളും. അപ്പം നമ്മുടെ പെണ്ണുങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ, അത് സ്വാഭാവികമായിട്ട് അത് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ അനുനയിപ്പിക്കണം. ഭർത്താവിൻ്റെ പണിയാണത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ സഫിയ റളിയല്ലാഹു തആല അൻഹയെ അനുനയിപ്പിച്ചു. അവിടെ പ്രശ്നം ക്ലോസ് ആയി, പ്രശ്നം തീർന്ന സംഭവം. അവിടെ പ്രശ്നം തീർന്നല്ലോ. ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു അൻഹയോടൊപ്പം 11 പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ. 12ാമത് മാരിയത്തുൽ ഖബത്തിയ റളിയല്ലാഹു തആല അൻഹ. റൈഹാന ബിന്ത് സെയ്ദ് ബിൻ അംർ എന്ന മറ്റൊരു പേര് കൂടി അവർക്കുണ്ട്. റൈഹാന എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട മഹദിയായ മാരിയത്തുൽ ഖബത്തിയയുടെ പേരാണ്. മിസ്റിലെ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ സമ്മാനം 20 ഒട്ടകങ്ങളും 20 വില കൂടിയ വസ്ത്രങ്ങളും അതിനോടൊപ്പം 2 അടിമ സ്ത്രീകളെയും അല്ലാഹുവിന്റെ റസൂലിന് സമ്മാനമായി നൽകി. 2 അടിമ സ്ത്രീകളെ നജ്ജാശി രാജാവ് സമ്മാനിച്ചു. നബി തങ്ങൾക്ക് 4 അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു അടിമ സ്ത്രീയുമായിട്ട് മാത്രമാണ് ഹബീബായ തങ്ങൾ വീട് കൂടിയത്, ശാരീരികമായി ബന്ധപ്പെട്ടത്. അതായിരുന്നു മഹദിയായ മാരിയത്തുൽ ഖബത്തിയ റളിയല്ലാഹു തആല അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ 12 ഭാര്യമാരാണ്. ഈ 12 ഭാര്യമാരിൽ ഹബീബുന റസൂലുള്ളാഹി തങ്ങൾക്ക് 4ഉം 3ഉം 7 മക്കളാണ്. 4 പെൺമക്കളും 3 ആൺമക്കളുമാണ്. ആദ്യമായി ജനിച്ചത് ആൺമക്കളാണ്. ബഹുമാനപ്പെട്ട ഖാസിം റളിയല്ലാഹു തആല അൻഹു 17 മാസക്കാലം ഈ ലോകത്ത് ജീവിച്ചു. ഈ ലോകത്ത് നിന്ന് 17 മാസമായപ്പോൾ വിട പറഞ്ഞു പോയി. രണ്ടാമതായി ജനിച്ചത് അബ്ദുള്ള എന്ന് പറയുന്ന പൊന്നുമോനാണ്. തയ്യിബ് എന്നും താഹിർ എന്നും മറ്റ് 2 പേര് കൂടി ആ പൊന്നുമോനുണ്ട്. ഇവനും ഈ പൊന്നുമോനും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. ഇവര് 2 പേരും അടക്കം ചെയ്യപ്പെട്ടത് മക്കയിലാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് പിന്നീട് ജനിച്ചത് ഇബ്രാഹിം എന്ന് പറയുന്ന മുത്തുമോനാണ്. അത് മാരിയത്തുൽ ഖിബ്തിയയിലൂടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമ്മാനിച്ചത്. ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോൻ വെറും 70 ദിവസം മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചത്. 70 ദിവസം പ്രായമായ പൊന്നുമോൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന വേളയിൽ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പോലും നിറകണ്ണുകളോടെ പറഞ്ഞു പോയി, ഇന്നൽ ഖൽബ യഹ്സുനു വൽ ഐന തദ്മഉ വ ഇന്നാ ലാ നഖൂലു ഇല്ലാ മാ യുർളാ റബ്ബുനാ. എൻ്റെ ഹൃദയം തുടിക്കുകയാണ് പൊന്നുമോനെ, എൻ്റെ ഹൃദയം വേദനിക്കുകയാണ് പൊന്നുമോനെ, എൻ്റെ കണ്ണ് ഈറനണിയുകയാണ് മുത്തേ. അള്ളാഹുവിന് നിരക്കാത്തതൊന്നും ഞാൻ പറയുകയില്ല. എൻ്റെ മകൻ്റെ വേർപാടിൽ എനിക്ക് വല്ലാത്ത ദുഃഖമാണ്. വ ഇന്നാ ബിഫറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. ആ കുഞ്ഞുമോൻ്റെ മയ്യത്തെടുത്തു പിടിച്ചിട്ട് ലോകത്തിൻ്റെ മൊത്ത് നിറകണ്ണുകളോടെ പറയുകയാണ്, ഇബ്രാഹിമേ, എൻ്റെ 2 മക്കൾ മരണപ്പെട്ടിട്ട് പോലും എനിക്ക് ഇത്രത്തോളം ദുഃഖമുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഇബ്രാഹിം ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോൾ എൻ്റെ കണ്ണ് ഈറനണിയുകയാണ്. ബഹുമാനപ്പെട്ട
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അടുത്തിരുന്നു കൊണ്ട് നബി തങ്ങളെ കരയുന്നത് കണ്ടിട്ട് ചോദിക്കുകയാണ്, വഅൻത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് കരയുകയാണോ, അങ്ങ് കരയുകയാണോ ഹബീബേ എന്ന് പറഞ്ഞപ്പോ ഇന്നഹാ റഹ്മത്തുൻ യബ്ന ഔഫ്, ഔഫേ അത് റഹ്മത്തിന്റെ കണ്ണുനീരാണ്. ഒരാളുടെ മരണത്തിന്റെ പേരിൽ പൊട്ടിക്കരയരുത്, നെഞ്ചത്തടിച്ച് കരയരുത്, നിലവിളിച്ച് കരയരുത്, ഒപ്പാരയിട്ട് കരയരുത്. ലൈസ മിന്നാ മൻ ലറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദആ ബിദഅവത്തിൽ ജാഹിലിയ്യ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, 3 വിഭാഗം ആളുകൾ എൻ്റെ സമുദായത്തിൽ പെട്ടവരല്ല. മൻ ലറബൽ ഖുദൂദ്, മരണത്തിന്റെ പേരിൽ തൻ്റെ നെഞ്ചത്തടിച്ച് തൻ്റെ മുഖത്തടിച്ച് തലയിലടിച്ച് പൊട്ടിക്കരയുന്നവർ എൻ്റെ സമുദായത്തിൽ പെട്ടവരല്ല. വശഖൽ ജുയൂബ്, വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് അലമുറയിട്ട് കരയുന്നവർ എൻ്റെ സമുദായത്തിൽ പെട്ടവരല്ല. വദആ ബിദഅവത്തിൽ ജാഹിലിയ്യ, ജാഹിലിയങ്ങൾ ഒപ്പാരയിടുന്നത് പോലെ, നിലവിളിക്കുന്നത് പോലെ, അട്ടഹസിക്കുന്നത് പോലെ, വിളിച്ചു കൂവുന്നത് പോലെ എൻ്റെ സമുദായത്തിലെ ഏതെങ്കിലും ഒരു പെണ്ണ് മയ്യത്തിന്റെ പേരിൽ, മരണത്തിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞാൽ, നിലവിളിച്ചാൽ ഫലൈസ മിന്നാ, അവർ നമ്മുടെ സമുദായത്തിൽ പെട്ടവരെയല്ല എന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെയാണ് നബി തങ്ങളുടെ എല്ലാമായ കരളിന്റെ കഷണമാണ്, ജീവിതത്തിന്റെ തുടിപ്പാണ്. 70 ദിവസം മാത്രം പ്രായമായ ആ ചോര കുഞ്ഞിനെ കയ്യിലെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്നൽ ഖൽബ യഹ്സുനു വൽ ഐന തദ്മുഉ വ ഇന്നാ ലാ നഖൂലു ഇല്ലാ മാ യുർളാ റബ്ബുനാ. എൻ്റെ ഹൃദയം തുടിച്ചാലും എൻ്റെ കണ്ണ് ഈറനണിഞ്ഞാലും അല്ലാഹുക്ക് നിരക്കാത്ത ഒരു വാക്കുപോലും എൻ്റെ നാവിൽ നിന്ന് സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞാൻ ദുഃഖലാകുലനാണ്, ഞാൻ ദുഃഖിതനാണെന്ന് മഹാനായ ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പൊന്നുമോൻ മരിച്ചത് മദീനയിൽ വെച്ചാണ്. നബി തങ്ങളുടെ 3 ആമക്കളിലെ ഒരു മകന്റെ മയ്യത്ത് മാത്രമാണ് മദീനയിൽ അടക്കം ചെയ്യപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ അരികിലേക്ക് കൊണ്ടുപോയി അടക്കണേ. എൻ്റെ മകന്റെ മയ്യത്ത് ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ അരികിൽ കൊണ്ടടക്കണേ. നബി തങ്ങളുടെ മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്. കണ്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ മയ്യത്തടക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. പാപ്പാൻ്റെ അരികിൽ മയ്യത്തൊന്ന് അടക്കണേ നമ്മളൊക്കെ പറയുമ്പോൾ ഈ കബറ് വെട്ടുകാരന്മാർക്ക് ഹാലളക്കും. അമ്മമാർ വേണമെങ്കിൽ ഇടക്ക്, ഇയാൾ വേണമെങ്കിൽ ഇവിടെ കൊണ്ടടക്ക്, ഇല്ലെങ്കിൽ കൊണ്ട് കോർപ്പറേഷനെ അടക്കാൻ പറയും. പറയാൻ പറ്റില്ല, അഭിപ്രായം പറയാൻ പറ്റില്ല. നമ്മുടെ ഉസ്താദിൻ്റെ അരികിൽ നടക്കണേ എൻ്റെ മയ്യത്ത്, എൻ്റെ ഭാര്യയുടെ അരികിൽ എടുക്കണേ എന്തൊക്കെ നമ്മൾ പറയുമ്പോൾ ചില സ്ഥലത്തത് കേൾക്കും, ചില സ്ഥലത്തത് കേൾക്കൂല. ഇവിടെയൊക്കെ കേൾക്കുമായിരിക്കും അല്ലേ? കേൾക്കൂല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഉസ്താദിനെ നാളെ ഇവിടുന്ന് ഡിസ്മിസ്സാണ്. അതുകൊണ്ട് പിന്നെ ഉസ്താദ് പിന്നെ കുഴപ്പമില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. സംഭവം ചില സ്ഥലത്ത് സംഭവിക്കും, അങ്ങനെ സമ്മതിക്കൂല. ചില സ്ഥലത്ത് ഇല്ല. പ്രസിഡന്റ് ഇവിടെ സമ്മതിക്കാറുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. പ്രസിഡന്റിൻ്റെ പ്രശ്നമില്ല, നാട്ടുകാരനായതുകൊണ്ട്. ഉസ്താദന്മാരെ മറ്റും പ്രസിഡന്റിന് ഇപ്പോൾ കമ്മിറ്റിമാരിൽ അടുത്ത കമ്മിറ്റിയിൽ തിരിച്ചു വരാമല്ലോ. അല്ല, അങ്ങനെ പറയുമ്പോൾ ഒരു അഭിപ്രായം നല്ലതാണ്. അങ്ങനെ അടക്കില്ല. അങ്ങനെ നമ്മുടെ ഉസ്താദിൻ്റെ അരികിൽ, വാപ്പാൻ്റെ അരികിൽ, ഉമ്മാൻ്റെ അരികിൽ സ്ഥലം ഉണ്ടെങ്കിൽ അടക്കാം. പിന്നെ സ്ഥലമില്ലാത്ത കഴിഞ്ഞ ആഴ്ച അടയ്ക്കാൻ മയ്യത്ത് തോണ്ടിയിട്ട് അവിടെ കൊണ്ട് നടക്കണം നിർബന്ധമൊന്നുമില്ല. അങ്ങനത്തെ വേണ്ടായിട്ട് സ്ഥലമില്ലാത്തതിൻ്റെ പതിനെ മുകളിൽ കൊണ്ട് നടക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ മരിച്ചപ്പം നബിതങ്ങൾക്ക് പാല് കൊടുത്ത അതേ ഉമ്മയാണ് ഉസ്മാൻ ഇബ്നു മൽഊന് പാല് കൊടുത്തത്. അപ്പം ആ മുലകുടി ബന്ധത്തിലെ ആ ഒരു സഹോദരനാണ് ഇങ്ങനത്തെ ഒരു ബന്ധം. അപ്പോൾ അതുകൊണ്ട് അവിടെ അടക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3 ആൺമക്കൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. പിന്നെ 4 പെൺമക്കളുണ്ട്. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹാ, ബഹുമാനപ്പെട്ട റുഖയ്യ റളിയല്ലാഹു തആല അൻഹാ, ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമത്ത് ബിൻത് മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 43-ാമത്തെ വയസ്സിൽ നബി തങ്ങൾക്ക് കിട്ടിയ സമ്മാനമാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 43-ാമത്തെ വയസ്സിലെ മകളാണ് ഫാത്തിമ. അത് ഏറ്റവും വലിയ സ്നേഹം കൂടുതലാണ്, വലിയ മഹബത്താണ്. എന്താ കാരണം? മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ് 4-2 6 മക്കളെ അല്ലാഹു തആല നൽകിയത്. ഖദീജ ബീവിക്കാണ് 4-2 6 മക്കളെ സമ്മാനിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്, മറ്റൊരാളിൽ നിന്ന് കിട്ടിയില്ല.
അതുകൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ അർളി അർബഅത ഖുതൂത്ത്, ഒരിക്കൽ ഭൂമിയിൽ 4 വര വരച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അതദറൂന മാ ഹാദാ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ സഹാബ? ഖാലു അല്ലാഹു വറസൂലുഹു അലം, സഹാബാക്കൾ പറയുകയുണ്ടായി, അല്ലാഹുവും റസൂലും അല്ലാതെ ഞങ്ങൾ അറിയില്ല നബിയേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഒന്നാമത്തെ വരയിൽ വിരൽ വെച്ചിട്ട് പറയുകയാണ്, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജത്തു ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹാ, സ്വർഗ്ഗലോകത്തെ പ്രഥമ വനിത ആരാണ്? സ്വർഗ്ഗലോകത്തെ ശ്രേഷ്ഠയായ വനിത ആരാണ്? അത് ഖദീജയാണ്. അതെന്റെ ഭാര്യയാണ്, അതെന്റെ മുത്താണ്, എന്റെ പ്രഥമ വനിതയാണ്, പ്രഥമ ഭാര്യയാണ് ഖദീജ ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. അവളാണ് സ്വർഗ്ഗലോകത്തിലെ പ്രിയങ്കരിയാണ്, പ്രഥമയായ സ്വർഗ്ഗ സ്ത്രീ എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ വരയിലെ കൈവച്ചിട്ട് പറഞ്ഞു, ആസിയത്തു ബിൻതു മുസാഹിം, മുസാഹിമിന്റെ മകൾ ആസിയ ബീവിയാണ്. രണ്ടാമത്തെ വരയിലെ കൈവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സ്വർഗ്ഗലോകത്തിലെ പെണ്ണാണ്, സ്വർഗ്ഗ സ്ത്രീയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്തിനാണ്? നബി തങ്ങൾ കണ്ടിട്ടില്ല ആസിയ ബീവിയെ. ഫറോവയുടെ ഭാര്യയാണ് ഇമ്രാത്തു ഫിറഔൻ, ഫറോവയുടെ ഭാര്യയാണ് ആസിയ റളിയല്ലാഹു അൻഹാ. ഫറോവ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്ന ആധുനിക ഫറോവമാരെ പോലെ അന്ന് നിലനിന്നിരുന്ന ഫറോവയായിരുന്നു ആ ലഅനത്താക്കപ്പെട്ട പഹയൻ ഫറോവ. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ലോകത്തിന്റെ രക്ഷിതാവെന്ന് വാദിച്ചിരിക്കുകയും ഞാനല്ലാതെ രക്ഷിതാവുണ്ടെന്ന് ആര് പറഞ്ഞാലും അവരുടെ തല കൊയ്തെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന ആ വൃത്തികെട്ടവനായിരുന്നു ഫറോവ. ആ ഫറോവയുടെ കോട്ടകൊത്തളങ്ങളിൽ കിടന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിച്ചവളാണ് ബഹുമാനപ്പെട്ട മാഷിത്ത റളിയല്ലാഹു അൻഹാ. ആ മാഷിത്ത റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാഷിത്ത ബീവിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഫറോവയുടെ കുടുംബത്തിലെ ജോലിക്കാരിയായിരുന്നു പാറാവുകാരന്റെ ഭാര്യയായ മാഷിത്ത ബീവി. അള്ളാഹു ഇസ്ലാം കൊടുത്ത് ആദരിച്ചപ്പോ മാഷിത്ത മുസ്ലിമാ എന്ന വാർത്ത കേട്ടപ്പോ ഫറോവ അവളെ കത്തിച്ചു കളയുകയാണ് ചെയ്തത്. മാഷിത്ത ബീവിയുടെ കുഞ്ഞുമക്കള് 2ഉം 3ഉം ഉള്ള ചെറിയ ചെറിയ മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുമക്കളാണ് ബഹുമാനപ്പെട്ട മാഷിത്ത ബീവിയുടെ കയ്യിലുണ്ടായിരുന്നത്. മാഷിത്ത ബീവിയോട് ഫറോവ വന്നിട്ട് ചോദിക്കുകയാണ്, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കാൻ മാറാൻ നീ തയ്യാറുണ്ടോ മാഷിത്ത? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചുട്ടുകരിക്കുമെന്ന് പറഞ്ഞപ്പോ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്റെ മേൽ നടപടിയെടുക്കാൻ ഫറോവ, ഞാൻ ഈ പ്രത്യയ ശാസ്ത്രത്തിൽ നിന്ന് മാറുകയില്ല. പരിശുദ്ധ പ്രവാചകന്റെ ഇസ്ലാമിക ഈ ആദർശത്തെ പൽകിയ എന്റെ മുസ്ലിം പെണ്ണുങ്ങളെ, ആദർശത്തെ പണയപ്പെടുത്തിക്കൊണ്ട് കേവലം മുസ്ലിമീങ്ങളോടൊപ്പം ഒളിച്ചോടാൻ നാണമില്ലാതെ കൂസലില്ലാതെ ഇസ്ലാമിക ആദർശത്തെ പണയപ്പെടുത്താനും കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാല് കൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് സുജൂദി ചെയ്ത നെറ്റിത്തടത്തിലെ ഭസ്മം വാരിത്തേക്കാനും മടിയില്ലാത്ത മുസ്ലിം പെണ്ണേ, നിന്റെ ജീവിതത്തിൽ ഒരു മാതൃകയാണ് മഹദിയായ മാഷിത്ത ബീവി. മാഷിത്ത ബീവിയോട് ഫറോവ പറയുകയാണ്, ഇസ്ലാമിൽ നിന്ന് മാറുന്നുണ്ടോ? ഇല്ല ഇല്ല എന്ന് ഉറക്ക പ്രഖ്യാപനം നടത്തിയപ്പോ മാഷിത്ത ബീവിയെ ഒരു അഗ്നികുണ്ടാരത്തിന്റെ അരികിലേക്ക് കൊണ്ട് നിർത്തുകയാണ്. മാഷിത്ത ബീവിയോട് ചോദിക്കുകയാണ്, ഫറോവ വീണ്ടും ചോദിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് മാറാൻ തയ്യാറുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ മൂസാ നബിയെ വിശ്വസിക്കുന്നു, ഒരിക്കലും ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറകോട്ടില്ല, അതിൽ നിന്ന് മാറുന്നില്ല എന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട മാഷിത്ത ബീവിയുടെ ചോര കുഞ്ഞുങ്ങളെ ആയ ബഹുമാനപ്പെട്ട മാഷിത്ത ബീവിയുടെ പിഞ്ചു പൈതലെ എടുത്തിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ മുന്നിൽ വെച്ച് ഇവനെ അറുത്തു മാറ്റും. ഈ കുഞ്ഞിനോട് സ്നേഹമുണ്ടോ? ഈ കുഞ്ഞിനോട് അല്പമെങ്കിലും ഇണക്കമുണ്ടോ? ഈ കുഞ്ഞിനോട് അല്പമെങ്കിലും വാത്സല്യമുണ്ടോ? മാഷിത്ത, നീ ഇസ്ലാമിൽ നിന്ന് മാറണേ മാറണേ. ഇല്ല, ഓരോ കുഞ്ഞുങ്ങളെയും വെട്ടിമുറിച്ചിടുകയാണ്. 3ാമത്തെ പൈതലാണ്, അത് പാല് കുടിക്കുന്ന കുഞ്ഞു പൈതലാണ്. ആ പൈതലിനെ അറുക്കുന്നതിന് വേണ്ടി ഫറോവ ചെവിയിൽ പിടിച്ചുയർത്തിയപ്പോ മാഷിത്ത ബീവി പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാ, എന്തു ക്രൂരതയാണ് ഞാൻ ഈ കാണുന്നത് പടച്ചവനെ. ഉടനെ അതാ ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുപോലെ സംസാരിക്കുകയാണ്, ഉമ്മാ, നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിലാണ് ഉമ്മ. അൻതിയൽ ഹഖ് യാ ഉമ്മി, എന്റെ ഉമ്മ, നിങ്ങൾ ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത്. ഇന്ന് നിങ്ങൾ വധിക്കപ്പെട്ടാലും, ഇന്ന് നിങ്ങൾ കത്തിക്കപ്പെട്ടാലും, ഇന്ന് ചാരമാക്കപ്പെട്ടാലും, നിങ്ങളുടെ ഉദരത്തിൽ
വളർന്നു വന്ന ഈ പിഞ്ചു പൈതലായ എന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ച് കഷണം കഷണമായി തുണ്ടമായി മുറിക്കപ്പെട്ടാലും എൻ്റെ ഉമ്മ ഇസ്ലാമിൽ നിന്ന് പുറകോട്ട് പോകരുതേ. ആ ഒരു പാരമ്പര്യമല്ലേ പട്ടിണി കിടന്ന പാവപ്പെട്ടവരായ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ പാവപ്പെട്ട കുഞ്ഞുമക്കളെ നിരത്തിയിട്ട് കഷണം കഷണമായി വെട്ടിമുറിച്ചിട്ട് പോലും അല്ലാ 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 എന്ന വാക്കല്ലാതെ റോഹിംഗ്യൻ മുസ്ലിം പെണ്ണുങ്ങളുടെ നാവിൽ നിന്ന് മറ്റൊരു വാക്ക് നമ്മൾ കേട്ടിട്ടേ ഇല്ല. അതാണ് ആദർശം, അതാണ് ആദർശം. എൻ്റെ മുസ്ലിം പെണ്ണുങ്ങളെ, നാണമില്ലാത്ത മുസ്ലിം പെണ്ണെ, ഇസ്ലാമിക പാരമ്പര്യത്തിൽ ജീവിച്ചു വളർന്നു വന്നിട്ട് പരിശുദ്ധമായ ശരീഅത്തിനെ പണയപ്പെടുത്തിയിട്ട് കുഫാറുകളോടൊപ്പം മുശ്രിക്കീങ്ങളോടൊപ്പം മുനാഫിക്കീങ്ങളോടൊപ്പം ഒളിച്ചോടിപ്പോകാൻ നാണമില്ലേ പെണ്ണെ, നാണമില്ലേ? നാളെ നരകമല്ലേ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്, നരകമല്ലേ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിലും രക്ഷപ്പെടുകയില്ല. നാളെ നീ കാഫറത്തായി ചത്തുപോയാൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ നിന്റെ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുത്ത് നിനക്ക് നല്ല ഒരു ഇസ്ലാമിക പേര് നൽകി നിന്നെ മദ്രസയിൽ വിട്ട് ഖുർആൻ പഠിപ്പിച്ച് 5 നേര നമസ്കാരമുള്ളവളായി മാറി, റമദാനിലെ നോമ്പെടുത്തവളായി മാറി, ഈ പരിശുദ്ധമായ ആശയ ആദർശങ്ങളെയെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു കുറവന്മാരെ കണ്ടപ്പോ, ഏതെങ്കിലും ഒരു മുശ്രിക്കീങ്ങളെ കണ്ടപ്പോ, ഏതെങ്കിലും ഒരു കുഫാറുകളെ കണ്ടപ്പോ, എൻ്റെ പൊന്നുപെങ്ങളെ, നിന്റെ ആദർശം മുഴുവനും നീ പണയപ്പെടുത്തിയില്ല മോളെ. നാളെ നീ പ്രതീക്ഷിക്കുന്നത് നരകമാണ്. ഒരിക്കലും നിനക്ക് നാളെ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. കാരണം 1 ഇസ്ലാമിനെ നാണം കെടുത്തിയതിന്റെ പേരിൽ, 2 നിന്റെ മാതാപിതാക്കളെ വഞ്ചിച്ചതിന്റെ പേരിലാണ്. 18 വയസ്സ് വരെ 20 വയസ്സ് വരെ താലോലിച്ചു വളർത്തിയ നിന്റെ പൊന്നുപ്പ, നിന്റെ പൊന്നുമ്മ, അവരെ വഞ്ചിച്ചുകൊണ്ടല്ലേ പെണ്ണ് ഇന്നലെ നീ കോളേജിൽ കണ്ട ഒരു കാമുകന്റെ പിന്നാലെ ഒളിച്ചോടുന്നത്? ഏതെങ്കിലും ബസ് കണ്ടക്ടർമാരെ, ബസ്സിലെ കിളികളെ കണ്ടിട്ട്, ബസ്സിലെ ഡ്രൈവർമാരെ കണ്ടിട്ട് പെടുത്താല് പോലും കഴുകാത്ത, ശുദ്ധി എന്തെന്ന് പോലും പഠിപ്പിക്കപ്പെടാത്ത ആ വൃത്തികെട്ടവരോടൊപ്പം കഴുകി ശുദ്ധിയാക്കി സൂക്ഷിച്ചു വെച്ച നിന്റെ ഈ ഔറത്ത് തുറന്നു കൊടുക്കാൻ എൻ്റെ പൊന്നു പെങ്ങളെ, നാണമില്ലേ, നാണമില്ലേ? മാഷിത്താ ബീവിയിലേക്ക് നീ ഒന്ന് നോക്കണേ. മാഷിത്താ ബീവിയെ 6 കൊല ചെയ്തിട്ട് പോലും മാഷിത്താ ബീവി പറയുകയാണ്, ഞാൻ മൂസായിൽ വിശ്വസിക്കുന്നു ഫറോവ, എൻ്റെ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു ഫറോവ, നീ റബ്ബല്ല ഫറോവ, റബ്ബല്ല ഫറോവ. അവളുടെ വാക്ക് കേട്ട് പഠിച്ചവളാണ് ബഹുമാനപ്പെട്ട ആസിയ റളിയല്ലാഹു അൻഹാ. ആസിയ ബീവിയുടെ അരികിലേക്ക് ഫറോവ കടന്നു വരികയാണ്. ഫത്തലഅ ഫിർഔനു അലാ ആസിയ. ആസിയ ബീവിയുടെ ശരീരത്തിലേക്ക് ഇതാ കടന്നു വരികയാണ് ഫറോവ. കടന്നു വന്നുകൊണ്ട് ഭൃത്യന്മാരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എൻ്റെ ഭാര്യയായ ആസിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? മഹദിയായ ആസിയ ബീവിയെ കുറിച്ച് ഭൃത്യന്മാരെ പറഞ്ഞത് നല്ല വാക്കുകളാണ്, നല്ല വാക്കുകളാണ്. കാരണം ഫറോവയുടെ ഭാര്യയാണ്, ഫറോവയുടെ ഭാര്യയാണ്, യജമാനന്റെ ഭാര്യയാണ്. അതുകൊണ്ട് നന്മയല്ലാത്തതൊന്നും പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയെ ഫഅസ്നൗ അലൈഹാ, ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ പുകഴ്ത്തുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഫറോവ പറഞ്ഞത്, ഇന്നഹാ തഅബുദു ഗൈരി, അവൾ ഞാനല്ലാതെ ഒരു ശക്തിയെ ആരാധിക്കുന്നു പോൽ, ഞാനല്ലാത്ത ഒരു ദൈവത്തെ ആരാധിക്കുന്നു പോൽ, അത് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഉടനെ ഫറോവയുടെ കിങ്കരന്മാര് പറയുകയാണ്, ഉഖ്തുൽഹാ, അവളെ തട്ടിക്കളയണേ ഫറോവ, അവളെ കൊന്നുകളയണേ ഫറോവ. അങ്ങനെ വജഅല ഉത്താദൻ അലൈഹാ ഫസ്തദ്ദ അലൈഹാ, അവളെ മലർത്തി കിടത്തുകയാണ്, കൈകാലുകളിൽ ആണിയടിക്കുകയാണ്. ഫറോവ അടുത്തേക്ക് വന്നിട്ട് ഫറോവ ചോദിക്കുകയാണ്, ആസിയ, ഇസ്ലാമിൽ നിന്ന് പുറകോട്ട് മാറാൻ നീ തയ്യാറുണ്ടോ? ഇസ്ലാമിൽ നിന്ന് മാറാൻ പിന്തിരിയാൻ തയ്യാറുണ്ടോ? എങ്കിൽ നിനക്കെല്ലാ ഭൗതികമായ സുഖാഡംബരങ്ങൾ നിനക്ക് ഞാൻ നൽകാമെന്ന് ഫറോവ ആസിയ ബീവിയോട് പറഞ്ഞപ്പോ, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ വനജ്ജിനി മിൻ ഫിർഔൻ വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ഈ ഫറോവയുടെ ഈ ഭയാനകതയിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എനിക്ക് നാളെ സ്വർഗ്ഗലോകത്തിൽ ഒരു വീട് നൽകണേ അല്ലാ. നിന്നെ വിശ്വസിച്ചതിന്റെ പേരിലാണ് ഈ ഫറോവ എന്നെ മൃഗീയമായി പീഡിപ്പിക്കുന്നത്. ഫറോവ ആദം ബഹുമാനപ്പെട്ട ആസിയ ബീവിയെ വേദനിപ്പിച്ചത് വലിയ വലിയ
വലിയ പാറക്കല്ലുകൾ എടുത്തു വെച്ചുകൊണ്ടാണ്, വലിയ വലിയ വിഷം ചീറ്റുന്ന സർപ്പങ്ങളെ വിന്യസിച്ചുകൊണ്ടാണ്, ഭയങ്കരമായ വെയിലിൽ കൊടും ചൂടിൽ കൊണ്ടുപോയി ഫറോവ ബഹുമാനപ്പെട്ട ആസിയ ബീവിയെ വിവസ്ത്രയാക്കി മലത്തി കിടത്തുന്ന സമയത്ത് പോലും ആ ഫറോവയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹ് ലോകത്തിലില്ല, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹ് ലോകത്തിലില്ല. ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ആകാശത്തേക്ക് നോക്കിയിട്ട് ചിരിക്കുകയാ. ഫളഹിഖത്ത് ആസിയ, ആസിയ ബീവി ആകാശത്തേക്ക് നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോ ഈ ഫറോവ തന്റെ അനുയായികളെ നോക്കിയിട്ട് പറയുകയാണ്, അലാ തഅജബൂന മിൻ ജുനൂനിഹാ. ഏ ഭൃത്യന്മാരെ, ഏ ശിഷ്യഗണങ്ങളെ, ഇവളുടെ ഭ്രാന്ത് നിങ്ങൾ കാണുന്നില്ലേ? ഇവളുടെ ഭ്രാന്ത് നിങ്ങൾ കാണുന്നില്ലേ? ഇന്നാലനുഅസിബുഹാ വഹിയ തൽഹഖൂ. നാം അവളെ വേദനിപ്പിക്കുമ്പോ അവളിതാ ചിരിക്കുകയാണ്, ചിരിക്കുകയാണ്. എന്തേ മുസ്ലിം പെണ്ണെ ചിരിച്ചത്? എന്തേ മുസ്ലിം പെണ്ണെ ചിരിച്ചത്? അത്രത്തോളം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ആസിയ ബീവി ആകാശത്തേക്ക് നോക്കി ചിരിച്ചതിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വറഅത് ബൈതഹാ ഫിസ്സമാ. മരണത്തോടടുത്ത് കിടക്കുന്ന സമയത്ത് ആസിയ ബീവി അല്ലാഹുവിനോട് ചോദിച്ചില്ലേ, അല്ലാഹുവേ എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിത് തരണമേ അല്ലാ, നിനക്ക് വേണ്ടിയാണ് ഈ പീഡനങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നതല്ല എന്ന് പറഞ്ഞപ്പോ സ്വർഗലോകത്ത് അല്ലാഹു തആല ആസിയ ബീവിയുടെ മുന്നിൽ തന്നെ ആ സ്വർഗത്തിന്റെ വീട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടാണ് ആസിയ ബീവി ചിരിച്ചത്. ആ ചിരിയാണ് ഫറോവയെ പോലും അത്ഭുതപ്പെടുത്തിയത്.